ഇതിപ്പോ അറിയാത്തൊരു നമ്പറാണോ? ഹലോ, ആരാണ്? റൂബിയോ? ഇത് ആര് നമ്പറാ? എന്റെ പുതിയ നമ്പറാ? അതെ, നീ ഇപ്പൊ എവിടെയുള്ളേ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആടി, ഇന്ന വേഗം വായേ. ഇപ്പൊ എവിടെയാണ്? ആണോ? ഞാൻ ഇളയമാനോട് പോയി പറയട്ടെ ഈ വരുന്നുണ്ടെന്ന്. ഇന്ന വേഗം വാട്ടോ. ആ, ശരി. എളേമ്മ, എളേമ്മ, എളേമ്മ. എന്താ സെമിയെ? എന്താ ചിക്കനെ വിളിക്കണ്? പിന്നെ റൂബി വരുന്നുണ്ട് അത്ര. പിന്നെ റബ്ബേ, എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടതാണ്. എന്റെ കുട്ടീനെ എന്റെ മുന്നിക്ക് ഒന്ന് കൊടുന്ന് കാട്ട് റബ്ബേ. ഞാൻ എത്ര ദിവസമായി നേരെ പടച്ചോനോട് പറയൽ തുടങ്ങിയിട്ട്. ഇന്ന് പടച്ചോനെ എന്റെ വിളി ഒന്ന് കേട്ട്. എന്റെ കുട്ടീനെ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ടെന്ന് അറിയോ? ഓൾക്ക് വേണ്ടിട്ടേ ചോക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്ക. അങ്ങാടി പോയിട്ട് ഞാൻ മീന അല്ലെങ്കിൽ ഇറച്ചി എന്തേലൊക്കെ കൊണ്ടാ. എന്റെ കുട്ടീന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ചോറും കൂട്ടാനൊക്കെ എത്ര കാലായി തിന്നിട്ട്. നമുക്ക് വേഗം നോക്കെന്നാല്. ഒന്ന് സമാധാനാവി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇപ്പൊ എനിക്ക് പയറുണ്ട് പോരെ? ആ, അപ്പേ അതൊക്കെ മതി. ഓൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്. അപ്പൊ അത് വാങ്ങാം. നമുക്ക് കുറച്ച് പപ്പടവും ഇതൊക്കെ പൊരിക്കും ചെയ്യാ. എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല. അപ്പയാണെന്നുണ്ടെങ്കിൽ അത് പണിക്കോവും ചെയ്തിക്കണല്ല. അപ്പാക്കാണെങ്കിൽ ഇപ്പൊ ഇന്ന് കാണാനും പറ്റാത്തൊരവസ്ഥയായി. അത് സാരില്ല, എന്നാലും ഓള് വന്നേന്ന് അറിയുമ്പോ ഇപ്പാക്ക് നല്ല സന്തോഷാവും. അത് സാരില്ല, എന്നാലും ഇപ്പാനോട് വന്നേന്ന് പറയാലോ നമുക്ക്. വരി, നമുക്ക് വേഗം നോക്ക. ആ, ഞാൻ അത് വരാം. ആ, ഈ പൊന്നുതി എവിടെയാണ്? ഇത്രയും നേരായിട്ട് ഓളെ കാണാനില്ലല്ലോ. നേരെ വൈകുന്നേരമായി വരും ചെയ്യാൻ. ഈ കുട്ടിതി എവിടെ? എത്ര നേരായി കാത്തിരിക്കുന്നു ഞാൻ. എന്താ ഇവിടെ നിക്കണ്? ഒന്നുമില്ലടി, റൂബിന് കാണാനില്ലല്ലോ. എപ്പ വരാന്ന് പറഞ്ഞതാണ് ഓള്. എത്ര സമയായിന്നറിയ ഞാൻ നോക്കി നിക്കണ്. ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ച്. പിന്നെ ആകെ ഒരു സമാധാനം നിക്കാൻ വരികയാണല്ലോ എന്നുള്ളൊരു സമാധാനമാണ് എനിക്ക്. ഒന്ന് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു പെണ്ണ്. ഫോൺ ഇങ്ങോട്ട് വന്നോളും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാവും. നിങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നാലോ? ഓൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? കൊറേ ദിവസമായില്ലേടി ഓളൊന്ന് കണ്ടിട്ട്. പിന്നെ ഇനിയിപ്പോ വല്യമ്മാന്റെ ആണ്ടൊക്കെ ആയപ്പോ ചെലപ്പോ ഓളെ മാപ്പിള സമ്മതിച്ചേക്കാരം വരാനി. ഓലെ കാര്യത്തിനൊക്കെ വല്യമ്മ കൊറേ ഒപ്പം നിന്നതൊക്കെ അല്ലേ. അതിന്റെ നന്ദിയായിട്ട് ചെയ്തതേക്കാരം. എങ്ങനെ ആയാലും വേണ്ടിയില്ല, എന്റെ കുട്ടി ഒന്നും ഇങ്ങോട്ട് വന്നാ മതി. പിന്നെ ഇനിയിപ്പോ ഷാഫി വരികയല്ലേ, ഷാഫിക്കും ഉണ്ടാവുമല്ലോ ഓളൊക്കെ ഒന്ന് കാണണമെന്ന്. അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ നോക്കി നിന്നോളി അവിടെ. ഇങ്ങോട്ട് പോന്നാണി. ആ, ഞാനത് വരാം. ആ, അങ്ങനെയാണെങ്കി കാണാനില്ല, വരുന്നുണ്ടാവും. വെറുതെ ആഗ്രഹിച്ചിരുന്നിട്ട് ഇത്രയും സമയമായിട്ട് ഓളെ കാണാനില്ല. ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി. അത്രയും കാണാനുള്ള പൂതി കൊണ്ടാണ്. റബ്ബേ, എന്റെ കുട്ടി വന്നാ? റൂബിയെ, നമ്മടെ കുട്ടീനെ എത്ര കാലായി കണ്ടിട്ട്. എത്ര നേരായി എന്നറിയാം അമ്മ ഇങ്ങനെ കാത്തിരിക്കണ്. എന്താ എന്റെ വർത്താനം? ഞാൻ അതൊക്കെ മറന്നടി ശനിയെ. ഈ കുട്ടീനെ ഒന്ന് കണ്ട സന്തോഷത്തിലേക്ക് എന്തൊക്കെയാ ചോദിക്കണ്ടെന്ന് അറിയില്ല. ഇരിക്കേ, ഞാൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. പോവേ?
അപ്പൊ ഉമ്മടെ കുട്ടി നിക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ? വെല്ലിമ്മാന്റെ ആണ്ടൊക്കെ അല്ലേ? അപ്പൊ നിക്കാൻ വന്നതാന്ന് ഞങ്ങള് വിചാരിച്ചേ. ഉമ്മ, റബ്ബേ എന്റെ കുട്ടി വന്നാ. റൂബിയെ, ഉമ്മടെ കുട്ടീനെ എത്ര കാലായി കണ്ടിട്ട്. എത്ര നേരായിന്ന് അറിയാം അമ്മ ഇങ്ങനെ കാത്തിരിക്കണ്. എന്താ എന്റെ വർത്താനം? റൂബിയെ, സെമിയെ, അമ്മ നിങ്ങൾ ഓൾക്കൊന്ന് ശ്വാസം വിടാനുള്ള നേരം കൊടുക്കി. ഞാൻ അതൊക്കെ മറന്നിടി സെമിയെ. ഈ കുട്ടീനെ ഒന്ന് കണ്ട സന്തോഷത്തിലേക്ക് എന്തൊക്കെയാ ചോദിക്കണ്ടെന്ന് അറിയില്ല. ഇരിക്കേ, ഞാൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇല്ലമ്മ, ഞാൻ ഇരിക്കണില്ല, ഞാൻ പോവാണ്. ഞാൻ കടയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ വിചാരിച്ച് നിങ്ങളെ അടുത്തേക്ക് വേണ്ട വന്നുങ്ങാണ്ട് പോവാന്ന്. ഓരറിഞ്ഞിട്ടുണ്ടെങ്കി എന്റെ തല എടുക്കും. കൊറേ ആയില്ലമ്മ അതൊന്ന് കണ്ടിട്ട്. പോവേ? അപ്പൊ ഉമ്മടെ കുട്ടി നിക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ? വെല്ലിമ്മാന്റെ ആണ്ടൊക്കെ അല്ലേ? അപ്പൊ നിക്കാൻ വന്നതാന്ന് ഞങ്ങള് വിചാരിച്ചേ. എന്ത് കോല റൂബി എന്റെ പണ്ടൊക്കെ എവിടെ? എന്താ പറയമ്മ, പണ്ടൊക്കെ ഓല് വാങ്ങി കള്ളുടിച്ചു. ഒരു സാധനം ഇല്ലപ്പോ. എന്റെ പൊതേന്ന് അറിയാന് ഒന്നുമില്ല അവിടെ. കരല്ല. ഇതിനാ അമ്മ എന്നെ കാത്തിരുന്നത്? കുട്ടിക്ക് എന്താ പറ്റിയത്? എന്താ എന്റെ കോലത്? സന്തോഷത്തോടെ ജോന്റെ പിന്നാലെ ജീവിക്കാൻ പോയിട്ട് ഇപ്പൊ ഇതാണ് എന്റെ അവസ്ഥ. ഒരു ഫോൺ അടിച്ചാ എടുക്കൂല, ഒന്നുമില്ല. പിന്നെ എന്തപ്പോ എന്റെ കുട്ടിയുടെ കോലം? ഇളയമ്മ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ? ഓള് വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ കരയാ? ഓൾക്ക് കേൾക്കുമ്പോ സങ്കടല്ലേ ഉണ്ടാവുക? ഒന്നും ഉണ്ടായിരിക്കേ. ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ലമ്മ, പഠിച്ചവനായിട്ട് തന്നതാണ് ഇതൊക്കെ. അനുഭവിക്കട്ടെ വെച്ചിട്ട്. പിന്നെ എന്നെ ഞാൻ കൊറേ കാട്ടിയേടി. അതിനുള്ള പഠിച്ചോനിക്ക് തേര്. ഇമ്മ തല്ലുകൊള്ളാത്തൊരു ദിവസം പോലും ഇല്ലമ്മ. ഓള് തങ്ങള് കള്ളുടിച്ചിട്ടാണെങ്കിലും വിചാരിക്കാം. ഓലമ്മക്ക് എന്തെല്ലാം ഇന്നെ പറഞ്ഞറിയോ? ഒരു നേരം പോലും ഇന്നെ ഇരിക്കാൻ സമ്മതിക്കൂല. എല്ലാ പണിയും ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണം. കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നല്ല സുഖിക്കാരെന്ന്. അല്ലമ്മ, എന്റെ ജീവിതം അവിടെ കഴിയും. എന്തെങ്കിലും എടുത്തരാം. അമ്മ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടി വരും വെച്ചിട്ട് അത് തിന്നിട്ട് പോയിക്കോജി. വേണ്ടമ്മക്ക് ഒന്നും വേണ്ടക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി. വെള്ളം അമ്മ കൊടുന്നേരം, അവിടെ നിക്ക. സിനിയെ, ഷാഫിയൊക്കെ വിളിച്ചീന്നടി. ആടി വിളിച്ചീന്ന്. അന്നെ പറ്റി ചോദിക്കാൻ എല്ലാവർക്കും നേരമുള്ളൂ. അല്ല റൂബിയെ, എനിക്കൊന്നും തിന്നലൊന്നുമില്ലേ? ഉമ്മാട് പറയണ്ട, പട്ടിണിടി അവിടെ. പെരേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടണം. റേഷൻ കടയിൽ പോണം, പലചരക്ക് സാധനങ്ങൾ ഞാൻ വാങ്ങണം. ഒക്കെ ഞാൻ തന്നെ കൊണ്ടണം. സത്യം പറഞ്ഞാലേ ഒരാട് ജീവിതം അടി അവിടെ. ഒരു മസറയാണത്.
അവിടെ നിന്ന് ഒരു കെച്ചിലാവലുണ്ടാവും തോന്നുന്നില്ല. ഓലെ ഞാൻ അത്ര ഇഷ്ടപ്പെട്ടോണ്ടല്ലേ ഞാൻ അന്ന് അങ്ങനെ ഇറങ്ങിപ്പോയത്. ഞാൻ ഇറങ്ങിപ്പോവോ? നമ്മൾ ആരും ഇങ്ങനൊക്കെ ആയി തീരുന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. ഷാഫിയാക്കാനെ പോലെ നല്ല ബന്ധയിക്കാരെന്ന വിചാരിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കണ്. ഒക്കെ ശരിയാവോടി, പടച്ചോനോട് പറയ്. മന കുട്ടി തട്ട് കുടിച്ചെന്നാ മന കുട്ടി ഇരിക്കേ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. വേണ്ടമ്മ, ഞാൻ പോവാണ്. നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതേക്കാരം. പിന്നെ എനിക്ക് നിക്കാനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങളെ രണ്ടാളും ഒന്ന് കാണണമെന്നുണ്ടായി. ഇപ്പൊ പണിക്കുപോയതേക്കാരല്ലേ? എന്റെ അടുത്ത് ഫോണൊന്നും ഇല്ല അമ്മ ഇപ്പൊ വിളിക്കാനൊന്നും. എങ്ങനെയെങ്കിലും ഇതേപോലൊക്കെ ഒന്ന് വന്ന് കാണണ്ട ഞാൻ. ഞാൻ പോട്ടെ എന്നാലും. ഇനി നേരം വൈകിട്ടുണ്ടെങ്കിൽ ശരിയാവൂലമ്മ. ഇജ്ജൊന്ന് പോണ്ട, ഞാൻ ഓനക്ക് വിളിച്ച് പറയാ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂന്ന്. വേണ്ട, ആരും വിളിച്ച് ചോദിക്കൊന്നും വേണ്ട. ആരും വിളിക്കണമൊന്നും ഇഷ്ടല്ല. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്റെ അവസ്ഥ പറയണ്ടമ്മ. തല്ലുകൊള്ളാൻ വെച്ചമ്മ. നിക്ക് തച്ച് ഇവിടൊക്കെ വേദന. എനിക്കിപ്പോ നേരെ നിറക്കാൻ പോലും വെച്ച. ഞാൻ പോട്ടെ സെമിയെ, ഞാൻ പോട്ടെമ്മ. സെമിയെ, അറിയില്ല സെമിയെ, എന്റെ കുട്ടിയുടെ വീട്ടിൽ എന്തായാലും ഇനി ഓളവിടെ നിർത്തിയാൽ ശരിയാവൂല. കുട്ടിയൊന്നും ഇല്ലല്ലോ ഓന്റെയില്. ഇനി എന്തായാലും ഓളവിടെ നിർത്തിയാൽ ശരിയാവൂല. ഓന്റെയില് കുട്ടിയൊന്നും ഇല്ലല്ലോ. ഇത് കുട്ടീനെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടണം. ഓൻക്കിട്ട് തട്ടാൻ ഞാൻ കൊടുക്കൂല. അത് അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചല്ലേന്ന് വിചാരിച്ചിട്ടേക്കാർ ഇത്രയും കാലം ഓന്റെ പിടിച്ചു നിന്നത്. ഇനി അതിനിട്ട് കൊടുക്കണ്ടല്ലോ നമ്മള്. ഇപ്പാനോട് പറഞ്ഞിട്ട് കൊണ്ടല്ലേ നല്ലത്. എളാമ്മ, നിങ്ങളിങ്ങനെ കാര്യല്ലേ? എന്തേലും മാർഗം ഉണ്ടാക്കാം നമുക്ക്. സാരമില്ല, എന്റെ വിധി അങ്ങനെ ഇക്കാരം. വെറുതെ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ച് എന്റെ കുട്ടിക്ക് വേണ്ടി ഒരു വിചാരിച്ചിട്ട് ഒന്നും തിന്നാതെ പോയില്ല സെമിയ. എന്തെങ്കിലും ഒന്ന് തിന്നിക്കോന്ന് ആർക്കറിയാം. ഒക്കെ കൂടെ ആലോചിച്ചിട്ട് എന്തോ പോലെടി. എളേമ്മ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന എനിക്കും കൂടി സഹിക്കൂലട്ടാ. എപ്പ വെച്ചുണ്ടാക്കി വെച്ചതാ അതൊക്കെ. നിങ്ങൾ വന്നിട്ട് എന്തേലും തിന്നാണേ. നേരം 5 മണിയായില്ലേ? ഇതെങ്കിലും ഒന്ന് വന്നിട്ട് തിന്നേ. വേണ്ട സെമിയ, ഇജ്ജ് തിന്നോ. ഇജ്ജ് ഇങ്ങനെ പട്ടിണി എടുക്കണ്ട. ചെല്ല, ഒക്കെ അല്ലേതും അയക്കണില്ല. ഇജ്ജ് പോയി തിന്നോ. ഒന്നും പറഞ്ഞാ പറ്റൂല അല്ലേമ്മ. നിങ്ങൾക്ക് പല അസുഖങ്ങളും ഉള്ളത്. അപ്പൊ ആ പോയ പനി ഇങ്ങോട്ട് വരും. ഗുളികയും മരുന്നൊക്കെ കുടിക്കാളയല്ലേ. നിങ്ങൾ വരും, ഞാൻ വളമ്പി തരാം. വേണ്ടടിക്ക് പൈച്ചണില്ല. എന്റെ കുട്ടി അങ്ങനെ പോയില്ലേ. അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്തേക്കാരെന്ന് ഞാൻ അങ്ങനെ ആലോചിക്ക. എന്തേലും കുടിച്ചുകളാവല്ലേ. പാവാണ്. ഇട്ടെടുക്കാൻ പോലും നല്ല റൂട്ട് ഡ്രസ്സും കൂടി അതിനില്ല. ഇങ്ങനെ പൈച്ചങ്ങാണ്ടിരിക്കണ്ട. അല്ലേമ്മാന്റെ കുട്ടി ചെല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോണ്ട് പൈക്കുമ്പോ. പടച്ചോനെ, പെണ്ണിന്റെ കോല എന്താണിത്. എന്തേലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശരിയാവൂല. ഷാഫിയാക്കണ്ട് വിളിക്കട്ടെ, എല്ലാ കാര്യങ്ങളും ഒന്ന് പറയണം.
നല്ലപോലെ ഒക്കെ അവസാനിച്ചു എന്ന് വിചാരിച്ചതേനു. പിന്നെ ഞങ്ങളെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളാണല്ലോ പഠിച്ചോനെ. എന്നാ ഞങ്ങളൊന്ന് സന്തോഷത്തോടെ ജീവിക്ക. എന്താണ് ഇജ്ജ് ഇങ്ങനെ ആലോചിച്ച് നിക്കണ്? ഒന്നുമില്ലപ്പാ, നിങ്ങള് നേരത്തെ വന്നാ? അന്ന് നേരത്തെ കഴിഞ്ഞ്. എളയമ്മ എവിടെ? ഇളയമ്മ അവിടെ റൂമിലുണ്ട്. ഈ നേരത്തെ എന്താ റൂമില്? ഇന്ന് റൂബി വന്നീന്ന്. വന്ന പാടന്നെ പോയി. ഓളെ അവസ്ഥ ഒക്കെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പാ. ഇളയമ്മ പറയും കാര്യങ്ങളൊക്കെ. ഒന്ന് പോയി ചോദിച്ചു നോക്കി. ഇളയമ്മ ഈ നേരം വരായിട്ട് പച്ച വെള്ളം കുടിച്ചിട്ടില്ല. ഓളും തന്നെ ഒന്നും തിന്നലൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ആകെ ക്ഷീണിച്ചിക്കണ്. പഴയ പോലെ ഒരു ഉത്സാഹം ഒന്നുമില്ല സംസാരത്തില്. എന്നും അടിയും കുത്താണെന്ന് ഓള് പറഞ്ഞത്. കേട്ടിട്ട് സഹിക്കണില്ലപ്പാ. ഇളയമ്മ കരയന്നെയാണോ എപ്പോഴും? കൊറേ നേരമായി കരയിൽ തുടങ്ങിയിട്ട്. ഇപ്പൊ ഒന്നും മുണ്ടാതിരിക്കണ്ട്. നിങ്ങൾ പോയി നോക്കി. ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ എടുക്കാം നിങ്ങക്ക്. ആയിക്കോട്ടെ. എന്താ ഇപ്പൊ ഇന്ന് ചോറുന്നലൊന്നും ഇല്ലേ ഇത്രയും നേരായിട്ട്? എനിക്ക് വേണ്ടായിട്ടാന്നോ. ഞാൻ രാവിലെ ചായ കുടിച്ചിരുന്നു. പിന്നെ പൈച്ചില്ല. നിങ്ങൾ എന്തെന്ന് നേരത്തെ വന്ന്? നേരത്തെ കഴിഞ്ഞപ്പോ ഇവിടെ നേരത്തെ പോന്നു, അത്ര തന്നെ. ആ പിന്നെ റൂബി വന്നീന്ന്. വന്നുകാണ്ട് അപ്പൊ തന്നെ പോയി. എന്റെ കുട്ടീനെ കണ്ടപ്പോ സഹിക്കണില്ല. അതിന്റെ ചേലും കോലും കണ്ടിക്കണ നിങ്ങള്. ഒരിട്ടെടുക്കാ പോലും നല്ലൊരു ഡ്രസ്സും കൂടി ഇല്ല അതിന്. കാതിലൊരു പറ്റമ്പലും കൂടി ഇല്ല. ഒക്കെ ഊരി വാങ്ങി കള്ളുടിച്ചതു. എന്തേലും തിന്നിക്കണോന്ന് പോലും അറിയില്ല നമ്മള്. ഇത്രയും ദിവസം കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടായി. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ആവില്ല. എന്താ ഇപ്പൊ കാട്ടണത്? ഓളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നമ്മക്കോളം ഇങ്ങോട്ട് കൊണ്ട. പട്ടിണിയാണെങ്കിലും പായേരാണെങ്കിലും നമ്മളെ കുട്ടി നമ്മളെ അടുത്ത് ഉണ്ടായിക്കോട്ടെ. സെമിനി ഉമ്മാനൊക്കെ കാട്ടേനുള്ള കാര്യം പഠിച്ചോൻ തരുന്നുണ്ടാവുക. നിന്റെ കുട്ടികൾ വെറുതെ വിട്ടൂടായിരുന്നില്ല റബ്ബിന്. ഷാഫിയും കൂടി ഉണ്ട് വരട്ടെ. ഷാഫിനോട് ചോദിക്കണം എന്താ ചെയ്യണ്ടെന്ന്. നമുക്ക് ഒരു മകൻ ഇല്ലെങ്കിലും മകന്റെ സ്ഥാനത്തല്ലേ ഓന്. ഓനോട് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പൊ മറ്റവന്റെ ചോരയില് കുട്ടിയൊന്നും ഇല്ലല്ലോ. നമ്മളെ കുട്ടിയുടെ ഭാവി ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നും നമ്മക്കില്ലല്ലോ. എത്ര വെച്ചിട്ട് കരഞ്ഞിങ്ങനെ ജീവിക്കുക. ഇവിടെ വന്ന് നിന്നോട്ടെ. അതിന് നല്ലൊരു ജീവിതം ഉണ്ടാവും. പഠിച്ചോൻ കൊടുത്തോളും. അവൻ വരെ നമ്മളടുത്ത് നിന്നോട്ടെ. ഓളായിട്ട് തെരഞ്ഞെടുത്ത ജീവിതം ആയതുകൊണ്ടേക്കാരം ഓൾ ഇത്രയും സഹിച്ച്. പക്ഷെ എന്റെ കുട്ടീനെ എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തേലൊക്കെ തീരുമാനിക്കാം. എന്തായാലും അങ്ങോട്ട് വരട്ടെ. നാട്ടിക്ക് എത്തട്ടോന്. എന്തായാലും വേണ്ടിയില്ല, അങ്ങോട്ട് കൊണ്ടണം. ഷാഫി വിളിക്കുമ്പോ ഒന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഓനോട് കാര്യങ്ങളൊക്കെ. ഓൻ എന്തായാലും വല്യമ്മാന്റെ ആണ്ടായിട്ട് വരുന്ന സെമി പറഞ്ഞീന് എന്നോട്. ഓനോട് ചോദിച്ചിട്ട് ചെയ്യാ. എന്തായാലും എന്തേലും വന്ന് തിന്ന്. എനിക്ക് വേണ്ടെന്നു പൈച്ചനില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോണ്ട്. നിങ്ങൾ എന്തേലും പോയിട്ട് പോയി കുടിക്ക് എന്തേലും ചെയ്തോളി. സെമി ഉണ്ട് അടുക്കളയില്. കുട്ടിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അതിനുണ്ട് കുഞ്ഞിനെ വേണം.